അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുഇല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ജിഹാദി അഫ്ളലു യാ റസൂലല്ലാഹ്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ജിഹാദി കലിമത്തു അദ്ലിൻ ഇൻദ സുൽത്താനിൻ ജായിർ. ഹബീബായ നബിതങ്ങളോടൊരിക്കൽ സ്വഹാബാക്കൾ ചോദിക്കും, ഓ പ്രവാചകരെ, ഏറ്റവും വിശുദ്ധമായ ജിഹാദ് ഏതാണ്? അള്ളാഹിൻ്റെ റസൂൽ അവരോട് മറുപടി പറഞ്ഞു, ഏറ്റവും വിശുദ്ധമായ ജിഹാദ് കലിമത്തു അദ്ൽ, നീതിക്ക് വേണ്ടി സംസാരിക്കലാണ്, നീതിക്ക് വേണ്ടി ശബ്ദിക്കലാണ്. ഇന്ദകു സുൽത്താനിൻ ജായിർ, അനീതി നടപ്പിലാക്കുന്ന ഭരണാധിപന്റെ മുമ്പിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തലാകുന്നു ഏറ്റവും വിശുദ്ധമായ ജിഹാദ് എന്ന് കുഞ്ഞുനബി പറഞ്ഞു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അവൻ്റെ ജീവിതത്തിൽ നീതി ഉണ്ടാവുക എന്നുള്ളത്. അനീതി കണ്ടാൽ അതിനെ എതിർക്കുക എന്ന് പറയുന്നതും വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. കാരണം വിശ്വാസിയുടെ ക്വാളിറ്റിയിൽ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യമാണ്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്താ, നിങ്ങളെ നാം നീതിയുള്ള സമുദായമാക്കിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, നിങ്ങൾ നീതിയുള്ളവരാകണമെന്ന് മുഅ്മിനീങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അനീതി എത്ര കഠോരമാണ്. ബീഫ് കഴിച്ചു എന്നതിൻ്റെ പേരിലും പശുമാംസം പശുക്കളെ അറുത്ത് മാംസമുണ്ടാക്കി എന്നതിൻ്റെ പേരിലും എത്ര അനാചാരങ്ങളും അനീതികളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ പട്ടിക എടുത്താൽ ഇന്ത്യ 4ാമത്തെ സ്ഥാനത്താണുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പശുമാംസങ്ങൾ പല രാജ്യങ്ങൾക്കായി, അതിലും സ്പെഷ്യലായി പറയുകയാണെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക്, സൗദി അടക്കമുള്ള, ഇറാഖ് അടക്കമുള്ള, മലേഷ്യ അടക്കമുള്ള വൻ രാഷ്ട്രങ്ങൾക്ക് പോലും ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ബീഫ് കഴിക്കണമെങ്കിൽ ഈ ഇന്ത്യയിലെ BJP RSS ഗുണ്ടകളെ പേടിക്കണമെന്ന് പറയുമ്പോൾ അത് എത്ര വലിയ അനീതിയാണ്. കർഷകർ, ഇവിടുത്തെ ഹിന്ദു കർഷകർ വെസ്റ്റ് ബംഗാളിൽ അവരുടെ മാടുകളെ വിൽപ്പന നടത്താൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഭരണകൂടം ഇവിടെ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ രാജ്യത്ത് എന്തൊരു അനീതിയാണ് നടക്കുന്നത്.